നമസ്കാരം. മലയാള മനോരമയുടെ നല്ല പാഠം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാമ്പാടി BMM സീനിയർ സെക്കൻഡറി സ്കൂൾ നാടിൻ്റെ നന്മയ്ക്കായിട്ട് തയ്യാറാക്കിയ വീഡിയോ ജാഗ്രത ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണല്ലോ തെരുവ് നായ ശല്യം. നമ്മുടെ പാമ്പാടി പ്രദേശത്തും ഇക്കഴിഞ്ഞ ദിവസത്തിൽ അനേകരെ ഒരു തെരുവ് നായ മാരകമായി മുറിവേൽപ്പിക്കുകയുണ്ടായി. മാധ്യമങ്ങളിലൂടെയും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്ന വിവരം നാം നിത്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ പരിക്കേറ്റവരിൽ ചിലവർക്ക് പേവിഷബാധയേറ്റ് ജീവൻ തന്നെ നഷ്ടമായ വാർത്തകളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ തെരുവ് നായ ശല്യത്തെ എങ്ങനെ തടയാം എന്ന് നമ്മോട് കോട്ടയം RP വിജിലൻസ് യൂണിറ്റിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ അജയ് കുരുവിള വിശദീകരിക്കുന്നു. ഞാൻ ഡോക്ടർ അജയ് കുരുവിള, കോട്ടയം RP വിജിലൻസ് യൂണിറ്റിലെ വെറ്ററിനറി സർജനാണ്. റാബീസ് എന്നത് അതീവ മാരകവും നിലവിൽ ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലാത്തതുമായ ഒരു വൈറസ് രോഗമാണ്. റാബീസ് രോഗമുള്ള നായ്ക്കളുടെയും പൂച്ചകളുടെയും ബൈറ്റ്സ് ആൻഡ് സ്ക്രാച്ചസ് മൂലമാണ് മനുഷ്യരിലേക്ക് ഈ രോഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ 90% നായകളുടെ കടിമൂലമാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പം തെരുവ് നായ സ്ട്രേ ഡോഗ്സ് ഒരു സ്ഥിരം കാഴ്ചയാണ് ഇപ്പോൾ. ഇത് പേയുള്ളതോ പേയില്ലാത്തതോ ഒക്കെ തന്നെ ആയിരിക്കാം. തെരുനായകളുടെ എണ്ണത്തിന് ഉള്ള ഈ വർധനവിന് കാരണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അപര്യാപ്തതയാണ്. വേസ്റ്റ് ധാരാളം അവൈലബിളാണ്. അപ്പോൾ ഈ നായകൾക്ക് പെറ്റുപെരുകാനുള്ള ഒരു അവസരമാണിത് ഒരുക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഉത്തരവാദിത്തമില്ലാത്ത നിലയിൽ നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നു. ഈ മൃഗങ്ങളെ വയസ്സാകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടാകുമ്പോഴും ഒക്കെ ഇതിനെ കൊണ്ട് തെരുവിലെറിഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ വനപ്രദേശമൊക്കെ കൊണ്ട് വിട്ട് ഉപേക്ഷിച്ച് വരികയൊക്കെ ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. മൃഗങ്ങൾ രോഗം പിടിപെടുകയും നോക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്യുമ്പോൾ പലരും ഇത് മൃഗങ്ങളെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയുന്ന ഒരു രീതി നിലവിലുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നാട്ടിൽ ഈ തെരുവുനായയുടെ എണ്ണം കൂടുന്നത്. അപ്പോൾ ഇങ്ങനൊരു നമ്മൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അതായത് നായകളെ കാണുമ്പോൾ ഇവയെ പ്രകോപിപ്പിക്കാൻ നോക്കുക, കല്ലെറിഞ്ഞും അല്ലെങ്കിൽ വടി കൊണ്ട് അടിക്കാൻ നോക്കുക, അല്ലെ ഫുഡ് കൊടുക്കാൻ കഴിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പ്രസവിച്ചു കിടക്കുന്ന നായകളൊക്കെ ഉണ്ടാവും. അവരുടെ അടുത്ത് ചെന്ന് ഈ കുട്ടികളെ എടുക്കാൻ ശ്രമിക്കുകയും ഓമനിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കേണ്ട പ്രവൃത്തികളാണ്. ഇതെല്ലാം നായകളെ പ്രകോപിപ്പിക്കുകയും നമ്മളെ കടിക്കാനുള്ള ചാൻസ് കൂട്ടുകയും ചെയ്യുന്നതാണ്. ഇനി അഥവാ നമ്മൾ ഒരു നായയുടെ മുന്നിൽ പെടുകയാണ്, നമുക്ക് പരിചയമില്ലാത്തൊരു നായ, ഫെമിലിയർ അല്ലാത്തൊരു നായ നമ്മുടെ മുന്നിൽ പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഈ നായയുമായിട്ടുള്ളൊരു ഐ കോണ്ടാക്റ്റ് വരരുത്. ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ നോക്കുക. പിന്നീട് ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുക. ഒരു കാരണവശാലും അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ തിരിഞ്ഞ് ഓടാൻ നോക്കരുത്. അത് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റില്ലായി നിന്നതിന് ശേഷം പതുക്കെ വഴിമാറി പോവുക, അതാണ് ചെയ്യേണ്ടത്. നമ്മൾ പാനിക്കായിട്ട് പേടിച്ച് ചെയ്യാൻ നോക്കുന്ന പല പ്രവൃത്തികളും നായ വിചാരിക്കുന്നത് അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയും നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ശാന്തമായിട്ട് പേടിക്കാതെ സ്റ്റില്ലായി എന്നിട്ട് പതുക്കെ വഴിമാറി പോവുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരുവ് നായകളുടെ എണ്ണം കൂടാൻ ഉള്ളൊരു കാരണമായി ഉള്ളൊരു ഘടകം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ കമ്പനി ആനിമൽസ് നമ്മളിവിടെ മനുഷ്യൻ്റെ ചരിത്രം തുടങ്ങുന്ന മുതലേ തന്നെ ഈ നായകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ഉത്തരവാദിത്തമുള്ള രീതിയിൽ നായകളെ വളർത്തുക എന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് പ്രധാന ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നായയ്ക്ക് നല്ല കെയർ കൊടുക്കുക. നമ്മുടെ ഈ പെറ്റിന് നല്ല കെയർ നൽകുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, ക്ലീൻ വാട്ടർ കൊടുക്കുക, പിന്നെ റെഗുലർ എക്സർസൈസ്, ഇവയ്ക്കും എക്സർസൈസ് ആവശ്യമുണ്ട്, റെഗുലറായിട്ടുള്ള എക്സർസൈസ് കൊടുക്കുക.
എപ്പോഴും കൂട്ടി തന്നെ അടച്ചിടോ അങ്ങനെ ആ രീതിയിലല്ല വളർത്തേണ്ടത്. പിന്നീട് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക, വിരമരുന്നുകൾ കൊടുക്കുക, പിന്നെ വാക്സിനേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വാക്സിനേഷൻസ്. നമുക്ക് ഇവയ്ക്ക് രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ആൻറ്റി റാബീസ് വാക്സിനേഷൻസ് അത് എല്ലാ വർഷവും നമ്മൾ ഇതിന് ആൻറ്റി റാബീസ് വാക്സിനേഷൻസ് നൽകേണ്ടതാണ്. അപ്പോൾ റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ഈ നല്ല രീതിയിൽ നമുക്ക് ഈ പെറ്റിനെ സമൂഹത്തിന് ദോഷകരമായി തീരാത്ത രീതിയിൽ വളരെ സന്തോഷകരമായി നമുക്കതിനെ പരിപാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ഏതെങ്കിലും ഒരു വളർത്തുമൃഗത്തിന്റെയോ തെരുവുനായയുടെയോ കടിയേറ്റാൽ നാം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ പറ്റി വിശദീകരിക്കുന്നത് പാമ്പാടി താലൂക്ക് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് കെ മനോജ് സാറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ കെ മനോജ്, പാമ്പാടി താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ റാബീസ് അഥവാ പേപ്പട്ടി വിഷബാധ മൂലമുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. വാക്സിൻ എടുത്തവർ പോലും മരിക്കുന്നു. ഒട്ടേറെ പേരെ ഇതുപോലുള്ള മൃഗങ്ങൾ കടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള മൃഗങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകൾ ചെയ്യണമെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ആ പ്രഥമ ശുശ്രൂഷകൾക്ക് ഇതിൻ്റെ ചികിത്സയിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. അതാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷകൾ നൽകി ഉടൻ തന്നെ ആ രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടുള്ള നടപടികൾ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നായയോ അതുപോലെ പേവിഷബാധ പരത്തുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് പേവിഷബാധ തടയാൻ സഹായിക്കും. ആദ്യമായി ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി കഴുകുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഏകദേശം 10-15 മിനിറ്റെങ്കിലും കഴുകുന്നത് മുറിവിലുള്ള അണുക്കളെയും വൈറസുകളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ കഴുകിയതിന് ശേഷം മുറിവിൽ നിന്ന് അമിത രക്തസ്രാവമുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിച്ച് രക്തസ്രാവം നിയന്ത്രിക്കുക. മുറിവ് കഴുകിയ ശേഷം ബീറ്റാഡിൻ പോലുള്ള അണുനാശിനി ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. സ്പിരിറ്റ് ഉപയോഗിക്കാതിരിക്കുക. വൃത്തിയാക്കിയ മുറിവ് ഒരു സ്റ്റെറൈൽ ബാൻഡേജ് അല്ലെങ്കിൽ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അയഞ്ഞ രീതിയിൽ കെട്ടുക. മുറിവ് വായു സമ്പർക്കമില്ലാതെ പൂർണ്ണമായും അടച്ചു കെട്ടരുത്, കാരണം ഇത് അണുബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കും. പ്രഥമ ശുശ്രൂഷകൾ വളരെ പെട്ടെന്ന് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുക. എല്ലാ സർക്കാർ ആശുപത്രികളിലും പേവിഷബാധയ്ക്കെതിരായ മരുന്നുകൾ ലഭ്യമാണ്. മുറിവ് വളരെ ആഴത്തിലുള്ളതോ തലയിലോ മുഖത്തോ കഴുത്തിലോ ആണെങ്കിൽ വളരെ അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടതാണ്. മുറിവേറ്റ സ്ഥലം, മുറിവുകളുടെ ആഴം, ഘടന മുതലായവ മനസ്സിലാക്കി മുറിവുകളെ തരംതിരിച്ചാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. പ്രധാനമായും 2 തരം മരുന്നുകളാണ് കൊടുക്കുന്നത്. മുറിവിലേക്കായി ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ മരുന്നുകളും നമ്മുടെ തോളിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൻറ്റി റാബീസ് വാക്സിനും. കടിച്ച മൃഗം പേവിഷബാധയുള്ളതാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും പേവിഷബാധയ്ക്കെതിരായുള്ള വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേവിഷബാധയ്ക്കെതിരായി നൽകുന്ന ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടിയേറ്റാൽ ഉടൻ തന്നെ നൽകുന്ന പ്രഥമ ശുശ്രൂഷ. ആയതിനാൽ പ്രഥമ ശുശ്രൂഷ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. തെരുവ് നായശല്യം കുറയ്ക്കുന്നതിനും പേവിഷബാധ തടയുന്നതിനും നാം ഓരോരുത്തരുടെയും കൂട്ടായ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. വളർത്തുമൃഗങ്ങളെ തെരുവിൽ തള്ളുന്നതിനെതിരായ നിയമമനുസരിച്ച് അങ്ങനെ ചെയ്യുന്നവർക്കെതിരായ ശിക്ഷാ നടപടികൾ കർശനമായി ഗവൺമെന്റ് ചെയ്യുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായകമാണ്. അതോടൊപ്പം ആനിമൽ ബർത്ത് കൺട്രോൾ ABC ക്ലിനിക്കുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തുകയും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നത് തെരുവ് നായ്ക്കളുടെ വർധനവ് തടയുവാൻ സഹായിക്കും. ABC ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് ശേഷം നായ്ക്കളെ സംരക്ഷിക്കേണ്ടതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് അവയ്ക്ക് ഷെൽട്ടർ ഹോമുകൾ ക്രമീകരിക്കണം.
മൃഗസ്നേഹികളായ സ്വമനസ്സുകൾ നായ്ക്കളെ ദത്തെടുത്ത് വളർത്തുകയോ ഷെൽട്ടർ ഹോമുകൾക്ക് ആവശ്യമായ ചെലവ് വഹിക്കുകയോ ചെയ്യുന്നത് അഭിലഷണീയമാണ്. ഇതിനായി മൃഗസ്നേഹികളുടെ സംഘടനകളുടെയും റെസിഡന്റ് അസോസിയേഷനുകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.